ഇടുക്കിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവത്തിൽ കൊച്ചുമകനും പെൺസുഹൃത്തും പിടിയിൽ. രാജകുമാരി നടുമറ്റം സ്വദേശിനി മറിയക്കുട്ടിയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലാണ് കൊച്ചുമകൻ സൈബു തങ്കച്ചനും സുഹൃത്ത് അനില ജോസും പിടിയിലായത്. കേസിലെ പ്രതിയായ മറ്റൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഈ മാസം 16-നാണ് നടുമറ്റം പാലക്കുന്നേൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. ടോമിയുടെ മാതാവ് 80 വയസ്സുകാരിയായ മറിയക്കുട്ടി മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഈ 3 അംഗ സംഘം ഊരിയെടുത്തു. അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപയും അപഹരിച്ചു. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ചവെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടിരുന്നു. രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർക്കാടുള്ള വാടക വീട്ടിൽ നിന്ന് സോണിയ എന്ന് വിളിക്കുന്ന സരോജയെ പോലീസ് പിടികൂടി. സരോജയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരനായ പന്നിയാർകുട്ടി കൊല്ലിപ്പിള്ളിയിൽ സൈബു തങ്കച്ചനിലേക്ക് അന്വേഷണം കൊണ്ടെത്തിച്ചത്. മറിയക്കുട്ടിയുടെ മകനാണ് പ്രതി. എന്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായി. വേറൊന്നും അറിയില്ല. ഇത്തവണ ബാംഗ്ലൂർ പോയായിരുന്നു. അവിടെ മകന്റെ കല്യാണമായിരുന്നേ. അതിന് അമ്മ 1 മാസം പോയി നിന്നേച്ചു വന്നു. അന്നേരം അവൻ വന്നായിരുന്നു. കൊച്ചുമോൻ ഇവിടെ വരുമ്പോഴും കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നോ? ആ സ്നേഹമൊക്കെയാ. ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര വിഷമായി പോയി. ഭയങ്കര വിഷമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അമ്മ കൊല്ലാൻ വിട്ടപ്പോ എന്നാ ചെയ്യുന്നു? മാനെ വീട്ടിൽ ശവം കാണുമെന്നാ അറിഞ്ഞേ. 200 പ്രാവശ്യം അരിവായും കഴുത്താൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിടിച്ച് കിട്ടിയിട്ട് ഇതുപോലെ അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. മകള് വിളിച്ചു. മോതിരമൊക്കെ കൊണ്ടുപോട്ടെന്നാ അവള് വിളിച്ചോ. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തേക്കുന്നത്. അമ്മ എന്നാ ചെയ്യുന്നത്? ഇങ്ങനെ നേരത്തെ മലുവൻ ആയിപ്പോയില്ലേ? സൈബു തങ്കച്ചന് പുറമെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തും പോലീസിന്റെ പിടിയിലായി. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. സൈബു ആണ് മോഷണത്തിന് പിന്നിലെന്നറിഞ്ഞ നടുക്കത്തിലാണ് കുടുംബം ഇപ്പോൾ. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.